കേരളത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള അവസാനവട്ട ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. മുതിർന്ന നേതാക്കളുമായും കെപിസിസി മുൻ അധ്യക്ഷന്മാരുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. സോണിയാഗാന്ധിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. ജിഷ്ണു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, ഈ നേതാക്കളുമായൊക്കെ ഒരു ചർച്ച, ഒരു ഘട്ട ചർച്ച നടന്നു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണോ? ഖാർഗെ ഉൾപ്പെടെയുള്ളവരും രാഹുൽ ഗാന്ധിയും ഒക്കെയായി ചർച്ചയുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് നിലവിലെ ഒരു കാര്യങ്ങൾ? കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിനായി കോൺഗ്രസിനുള്ളിൽ ചർച്ചകളും അത്തരത്തിൽ ഹൈക്കമാൻഡ് തല നീക്കങ്ങളും ഇപ്പോഴും തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 8 ദിവസം പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ സാധിക്കാത്തതിൽ സംസ്ഥാനത്ത് കോൺഗ്രസിനെതിരെ വലിയ വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് മുതിർന്ന നേതാക്കളെയും മുൻ KPCC അധ്യക്ഷന്മാരെയും നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഡൽഹിക്ക് വിളിപ്പിച്ചത്. ഇവരെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയാണ് നേരിട്ട് കണ്ടത്. രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിങ്ങൾ ആരെയാണ് തെരഞ്ഞെടുക്കുക, ഒപ്പം നിലവിൽ സംസ്ഥാനത്തെ സാഹചര്യം, അത്തരം കാര്യങ്ങൾ ഓരോ നേതാക്കളോടും പ്രത്യേകം ചോദിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. മുൻ KPCC അധ്യക്ഷന്മാർ കെ സുധാകരനും ഒപ്പം മുരളീധരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. കൂടാതെ PC വിഷ്ണുനാഥ്, KP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. 3 മണിയോടുകൂടി VM സുധീരൻ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹവും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹത്തോട് കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ചോദിച്ചറിയും. അതിനുശേഷം വൈകിട്ട് 5 മണിയോടുകൂടിയാണ് മല്ലികാർജ്ജുന ഖാർഗെ കർണാടകയിൽ നിന്ന് ഡൽഹിയിലെത്തും എന്ന് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. ഒരു അന്തിമ പ്രഖ്യാപനം ഇന്ന് രാത്രിയോടുകൂടിയോ നാളെയോ ഉണ്ടാകും എന്നാണ് നിലവിൽ നേതാക്കൾ പ്രതികരിച്ചിട്ടുള്ളത്. കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ എന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ്. അത് എത്രത്തോളം ശരിയാകുമെന്നുള്ളതും മുഖ്യമന്ത്രി പ്രഖ്യാപനം വളരെ വേഗത്തിലാക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. ഹൈക്കമാൻഡ് തലത്തിൽ MLA-മാരുടെ പിന്തുണ കൂടുതലുള്ള KC വേണുഗോപാൽ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി എത്തട്ടെ എന്നുള്ളൊരു പൊതുധാരണ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ച ഹൈക്കമാൻഡ് തലത്തിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ VD സതീശൻ കടുത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് എതിർത്ത് നിൽക്കുന്നതും ഒപ്പം ഘടകകക്ഷികൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെ KC വേണുഗോപാലിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ തുടർച്ചയായുള്ള ചർച്ചകൾ ഹൈക്കമാൻഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം പരിശോധിച്ചു കഴിഞ്ഞു. VM സുധീരനും ഡൽഹിയിലെത്തിയിട്ടുണ്ട്. വൈകിട്ട് മല്ലികാർജ്ജുന ഖാർഗെ കൂടി എത്തുന്നതോടെ ഹൈക്കമാൻഡ് തലത്തിലൊരു അവസാനഘട്ട ചർച്ച പൂർത്തിയാക്കി ഇന്ന് രാത്രിയോ നാളെയോ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്കായി പ്രധാനപ്പെട്ട വകുപ്പുകൾക്കായി നേതാക്കൾ ഇതിനോടകം തന്നെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ സണ്ണി ജോസഫ് മന്ത്രിയാകുമെന്ന് വന്നതോടുകൂടി ഒഴിവ് വരുന്ന KPCC അധ്യക്ഷ സ്ഥാനത്തിനു വേണ്ടിയും നേതാക്കൾ വടംവലി ആരംഭിച്ചിട്ടുണ്ട്. മായ, ശരി. എന്തായാലും മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള അവസാനവട്ട ചർച്ചകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ കൂടി എത്തുമ്പോൾ രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഉൾപ്പെടെ ചർച്ച നടത്തി ഒരു അവസാന തീരുമാനം, മുഖ്യമന്ത്രി ആര് എന്നുള്ള ഒറ്റ പേരിലേക്ക് ഇന്ന് രാത്രിയോടുകൂടി എത്താൻ അല്ലെങ്കിൽ നാളെ രാവിലെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്.